നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 15, 16 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ 14 വൈകിട്ട് 6:48 PM മുതൽ ജൂലൈ 16 രാത്രി 7:52 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൊതുവായിട്ട് പറയാറുണ്ട്. ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് കർക്കിടകം രാശിയിൽ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടക രാശിയിൽ ചന്ദ്രനും വ്യാഴവും കൂടി യോഗം ചെയ്യുന്നു. ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുകയാണ്. അതിശക്തമായ ഗജകേസരി യോഗമാണ്. അപ്പോൾ ഇത് 12 രാശിക്കാർക്കും ഗുണകരമായിട്ട് തന്നെ വരും. ചില രാശിക്കാർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളുമാണ്. ഓക്കെ, ഇത് കൂടാതെ സൂര്യൻ 16-ാം തീയതി രാത്രി, ഈ കാലയളവ് കഴിഞ്ഞതിന് ശേഷം സൂര്യൻ 16-ന് രാത്രി 11:35 PM മുതൽ കർക്കിടകം രാശിയിലേക്ക് വരികയാണ്. ഓക്കെ, ആദ്യം നമുക്ക് മേടം രാശിയെക്കുറിച്ച് നോക്കാം. അതിനു മുമ്പ് പറയട്ടെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായ സംശയങ്ങൾക്ക് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 7 ശനിയാണ്, തുടക്കമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഈ 2 ദിവസങ്ങൾ കൂടി സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവപ്പെടും. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ഭൗതിക സുഖങ്ങൾ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതം എടുത്ത് മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ശനി അത്യധികം ഗുണാധിക്യമുള്ള രീതിയിലാണ് നിൽക്കുന്നത്. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ സർവകാര്യ വിജയം, ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിനൊരു വിജയ സാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇടവൻ രാശിക്ക് പൊതുവെ ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളാണ്. കാരണം ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു, വ്യാഴം ഉൾപ്പെടെ. പക്ഷേ സൂര്യൻ, ശനി, ചൊവ്വ ഇവ പ്രതികൂലമാണ്. ചന്ദ്രൻ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ ഒരു ദൈവാധീനമൊക്കെ ഉണ്ടെങ്കിലും ഈ ചന്ദ്രൻ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. അപ്പോൾ അതിൻ്റെ ഒരു പൊലിമക്കുറവ് പൊതുവെ കാണും. എങ്കിലും പൊതുവെ 3 പാപഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവാം,
അതുപോലെ തന്നെ അപകടങ്ങൾ കരുതിയിരിക്കുക. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം പൂയായില്യം. ഇവർക്ക് വ്യാഴം, സർപ്പം, സൂര്യൻ ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അല്പം ദേഹാസ്വസ്ഥയൊക്കെ ഉണ്ടാവാം. ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ചൊവ്വ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ്. അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാവും. പൊതുവെ ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങിയേക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്ത് ഒരു പരിധി വരെ ഇവർക്ക് നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ എങ്കിലും അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നും അല്ല ഇവർക്ക്. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഞങ്ങൾ. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്ര, ആദ്യപാദം. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ശിഖി, സർപ്പം, ശനി, ചന്ദ്രൻ, വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഗജകേസരി യോഗത്തിൻ്റെ ഒരു ഗുണം ഇവർക്ക് ലഭിക്കാതെ പോകുന്നു. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും 2 ദിവസങ്ങളും കൂടി. ഓക്കെ, മിഥുനം മാസം. ഓക്കെ, സൂര്യനും ബുധനും നിപുണ യോഗത്തോടുകൂടി, ബുധാദിത്യ യോഗത്തോടുകൂടി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ ഒരു പൊലിമക്കുറവ്, പൂർണ്ണത കുറവ് പൊതുവെ ഉണ്ടാവാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഒരു പരിധി വരെ ഉണ്ടാവും. പൊതുവെ ചിങ്ങരാശിക്ക് അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല. ചൊവ്വയും സൂര്യനും ഒക്കെ അനുകൂലമാണ്, എങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണമായ ഗുണം ഇവർക്ക് കിട്ടാതെ പോകുന്നു. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, തിരുവോണം ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. ഓക്കെ, കന്നി അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് ചന്ദ്രനും വ്യാഴത്തിൻ്റെയും സംയോഗം, ആ ഗജകേസരി യോഗത്തിൻ്റെ സമ്പൂർണമായ ഒരു ആനുകൂല്യം പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കന്നി അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. അതുമാത്രമല്ല, ഇവർക്ക് കർമ്മഭാവത്തിൽ സൂര്യനും ബുധനും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടും, സമൂഹത്തിൽ ഉന്നതരുമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു സൗഹൃദത്തിലേക്ക് ഏർപ്പെടാൻ കഴിയും. അത് ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ ഗുണകരമായി തീരും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ലഭിക്കും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വീട്, വാഹന ലാഭം, അതുപോലെ തന്നെ ഗൃഹലാഭം ഉണ്ടാവും. അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും വഴിയൊരുങ്ങും. ഭാഗ്യപരീക്ഷകളിൽ അത്യധികം സാധ്യതയുള്ള ദിവസങ്ങളാണ്. കന്നി അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ശനി പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത്. ഓക്കെ, ഇനി തുലാം രാശി.
ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. അപകടങ്ങൾ കരുതിയിരിക്കുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടമുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. തുലാം രാശിക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് തുലാം രാശിക്ക്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. സൂര്യനും ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം. അപകടങ്ങൾ കരുതിയിരിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു. കൂടാതെ 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലപുരാട ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ശനി, സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം ഇവയുടെ പ്രതികൂലാവസ്ഥ കാരണം പൊതുവെ നല്ല ദിവസങ്ങളല്ല ഇവർക്ക്. എല്ലാറ്റിനും ഒരു തടസ്സം, കാലതാമസം, അതുപോലെ തന്നെ പൂർണ്ണതക്കുറവ്, പൊലിമക്കുറവ് ഇതൊക്കെ അനുഭവപ്പെടാം. ഞായറാഴ്ച, തിങ്കളാഴ്ച ഇവർ ശിവക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചയും വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എങ്കിലും ഒരു പരിധിവരെ ഇവർക്ക് ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഒരു പരിധിവരെ ഇവർക്ക് ലഭിക്കും. ഭാഗ്യപരീക്ഷകളിലും ചെറിയ സാധ്യതയുണ്ട്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, ആവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് 6 ഗ്രഹങ്ങൾ ചന്ദ്രൻ ഉൾപ്പെടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. 7ാം ഭാവത്തിൽ ഇവർക്ക് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ നടക്കും. ദമ്പതികൾക്ക് ദാമ്പത്യ ജീവിതം സുഖകരമാവും. പ്രണയ ജീവിതം സഫലമാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, അതുപോലെ സൂര്യൻ അനുകൂലമാണ്. സൂര്യനും ബുധനും അനുകൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ കലാ സാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. സർവകാര്യ വിജയം. ഇവർക്ക് നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് സാങ്കേതിക രംഗത്ത് മേന്മകൾ പ്രതീക്ഷിക്കാം. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ദോഷാധിക്യം നിലനിൽക്കുന്നു. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പൊതുവെ ചന്ദ്രനൊഴിച്ച് മിക്കവാറും എല്ലാ ഗ്രഹങ്ങളും അനുകൂലമല്ലാത്ത ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുംഭൻ രാശിക്ക് അല്പം ദോഷാധിക്യമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക. ഓക്കെ. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്.
എങ്കിലും ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. ശനിയാഴ്ച ഇവർ ശിവന്, അയ്യപ്പൻ, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഭാഗ്യ നിറം നോക്കാം. 15-ാം തീയതി ബുധനാഴ്ച പച്ച, 16-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 15-ാം തീയതി 4:38 AM മുതൽ 5:26 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ് 15-ാം തീയതി. 16-ാം തീയതി 4:39 AM മുതൽ 5:27 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ് 16-ാം തീയതി. അഭിജിത്ത് മുഹൂർത്തം 15-ാം തീയതി ഇല്ല. 16-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ 12 മണി 3 PM മുതൽ 12 മണി 53 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 16-ാം തീയതി. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും അതുപോലെ തന്നെ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനുമൊക്കെ സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. 15-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി 28 PM മുതൽ ഉച്ചയ്ക്ക് 2 മണി 1 PM വരെ രാഹുകാലമാണ് 15-ാം തീയതി. 16-ാം തീയതി 2 മണി 1 PM മുതൽ 3 മണി 34 PM വരെ രാഹുകാലമാണ് 16-ാം തീയതി. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 15/7/2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 1, 7, 2, 9 ഇവയും ഭാഗ്യസംഖ്യയാണ്. 16/7/2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 1, 2, 9, 0 ഇവയും ഭാഗ്യസംഖ്യയാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.